നമസ്കാരം. സംസ്ഥാനത്ത് ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് സമഗ്രമായ മാർഗനിർദ്ദേശങ്ങളടങ്ങിയ ഉത്തരവിറക്കി കേരള ഹൈക്കോടതി. മതപരിപാടികളിലും ഉത്സവങ്ങളിലും മറ്റു പരിപാടികളിലും ആനകളെ എഴുന്നള്ളിക്കുമ്പോഴാണ് ഈ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കേണ്ടത്. പരിപാടിയുടെ സംഘാടകർ ആനയുടെ ആരോഗ്യ സർട്ടിഫിക്കറ്റ് അടക്കമുള്ള എല്ലാ രേഖകളും ഉറപ്പാക്കണമെന്നതാണ് പ്രധാന മാർഗനിർദ്ദേശത്തിൽ ഉൾപ്പെടുന്ന കാര്യം. ജില്ലാതല സമിതി സർട്ടിഫിക്കറ്റുകൾ പരിശോധിച്ചായിരിക്കണം ആന എഴുന്നള്ളിപ്പിന് അനുമതി നൽകേണ്ടത്. തുടർച്ചയായി 3 മണിക്കൂറിൽ കൂടുതൽ ആനയെ എഴുന്നള്ളത്തിൽ നിർത്തരുതെന്ന് ഉൾപ്പെടെ മറ്റ് നിരവധി മാർഗനിർദ്ദേശങ്ങളും ഹൈക്കോടതി ഉത്തരവിൽ വ്യക്തമാക്കി. ജസ്റ്റിസ് AK ജയശങ്കരൻ നമ്പ്യാർ, ജസ്റ്റിസ് A ഗോപിനാഥ് എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് ഉത്തരവ് പുറത്തിറക്കിയത്. നല്ല ഭക്ഷണം, വിശ്രമം, എഴുന്നള്ളിക്കാൻ ആവശ്യമായ സ്ഥലം, പൊതുജനങ്ങളിൽ നിന്ന് നിശ്ചിത ദൂരം എന്നിവ പരിശോധിച്ചുറപ്പാക്കണമെന്നും മാർഗനിർദ്ദേശത്തിലുണ്ട്. എഴുന്നള്ളത്തിൽ ആനകൾ തമ്മിലുള്ള അകലം 3 മീറ്റർ ആയിരിക്കണം. സർക്കാർ തലത്തിലുള്ള ഡോക്ടർമാർ ആയിരിക്കണം ആനകൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകേണ്ടുന്നത്. ഉത്തരവ് ഫലപ്രദമായി നടപ്പാക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനായി ജില്ലകൾ തോറും കമ്മിറ്റികൾ ഉണ്ടാകണം. ഇതിൽ ആനിമൽ വെൽഫെയർ ബോർഡിന്റെ അംഗത്തെയും ഉൾപ്പെടുത്തണം. എഴുന്നള്ളപ്പിനിടെ എലിഫന്റ് സ്ക്വാഡ് എന്ന പേരിൽ ആളുകളെ നിയോഗിക്കുന്നതിന് ഹൈക്കോടതി വിലക്കേർപ്പെടുത്തി. ഇത് സംബന്ധിച്ച് ദേവസ്വങ്ങൾക്ക് നിർദ്ദേശം നൽകി. ആനകളെ പിടികൂടാൻ ക്യാപ്ചർ ബെൽറ്റ് ഉപയോഗിക്കരുതെന്നും കോടതി ഉത്തരവിട്ടു. നിലവിലുള്ള നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമുള്ള മാർഗരേഖയാണ് പുറപ്പെടുവിച്ചിരിക്കുന്നതെന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ, ഗുരുവായൂർ ദേവസ്വങ്ങളെ കോടതി കക്ഷി ചേർക്കുകയും ചെയ്തു. എതിർപ്പുകൾ ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ട് മാർഗരേഖ പുറത്തിറക്കാൻ സംസ്ഥാന സർക്കാർ മടിച്ചു നിൽക്കുകയായിരുന്നു. വളരെ സെൻസിറ്റീവായ വിഷയമാണിതെന്നും എല്ലാവരും കേൾക്കണമെന്നുമായിരുന്നു കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ സംസ്ഥാന സർക്കാർ കോടതിയിൽ നിലപാട് അറിയിച്ചത്. കേരളത്തിൽ ആനകളെ ഉത്സവത്തിനും മറ്റും ധാരാളമായി ഉപയോഗിക്കുന്നുണ്ട്. മത ആചാരങ്ങളുടെയും പാരമ്പര്യത്തിന്റെയും പേര് പറഞ്ഞാണ് പലതും. എന്നാൽ യാതൊരു ശ്രദ്ധയും കൊടുക്കാതെ ആനയെ വാണിജ്യപരമായി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. ഏതെങ്കിലും മതത്തിലെ ആചാരങ്ങൾക്ക് ആനകൾ നിർബന്ധമാണെന്ന് വ്യക്തമാക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നില്ലെന്നും കോടതി വ്യക്തമാക്കി. സെപ്റ്റംബർ മുതൽ മെയ് മാസം വരെയുള്ള സമയത്ത് ഒട്ടേറെ ഉത്സവങ്ങളാണ് കേരളത്തിൽ നടക്കുന്നത്. ഇവിടെയെല്ലാം തന്നെ ആനകളെ എഴുന്നള്ളിക്കാറുണ്ട്. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അവയുടെ ശാരീരിക അവസ്ഥകൾ പരിഗണിക്കാതെ ആനകളെ ട്രക്കിൽ കൊണ്ടുപോവുകയാണ്. എത്ര ആനകളെ എഴുന്നള്ളിക്കണമെന്ന കാര്യത്തിൽ പോലും മത്സരമാണ് പലയിടത്തും. 2018 509 നാട്ടാനകളാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത്. 2024 ആകുമ്പോഴേക്കും ഇവയിലെ 33% ആനകൾക്കും ജീവൻ നഷ്ടമായി. ഇത് വലിയ ആശങ്കയുണർത്തുന്ന കാര്യം തന്നെയാണ്. കേരളത്തിൽ ആകെയുള്ള 388 നാട്ടാനകളിൽ 349 എണ്ണവും സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ളതാണ്. കേരളത്തിൽ പല ആനകൾക്കും ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ് ഇല്ല എന്നതും വെളിവായിട്ടുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടുന്നു. ഇക്കാര്യങ്ങൾ സർക്കാർ പരിശോധിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ആനകളെ വേദനിപ്പിക്കുന്നതും മുറിവോ മറ്റ് പ്രശ്നങ്ങളോ കാര്യമാക്കാതെ ജോലി ചെയ്യിക്കുന്നതുമെല്ലാം മൃഗങ്ങളോടുള്ള ക്രൂരത തടയുന്ന നിയമം മൂലം നിരോധിച്ചിട്ടുള്ളതാണ്. ആനയ്ക്ക് ചലിക്കാൻ ആവശ്യമായ സ്ഥലമില്ലാത്ത കൂട്ടിലും മറ്റും പാർപ്പിക്കുന്നതും ഒരുപാട് സമയം ബന്ധിച്ചിടുന്നതും ഭക്ഷണവും വെള്ളവും നിഷേധിക്കുന്നതും ക്രൂരതയിൽ ഉൾപ്പെടും. ആനകളുടെ ഉടമസ്ഥാവകാശമുള്ള ഭരണകൂടം അവ ക്രൂരതയ്ക്ക് വിധേയമാക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. നാട്ടാനകൾക്ക് എന്ത് ഭക്ഷണക്രമമാണ് പാലിക്കേണ്ടത് എന്നത് സംബന്ധിച്ച് വനംവകുപ്പ് പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ 2019 സർക്കുലർ പുറത്തിറക്കിയിട്ടുണ്ട്. എന്നാൽ ഈ സർക്കുലർ പൂർണ്ണമായി ലംഘിക്കപ്പെട്ടിരിക്കുകയാണ്. ആനകളുടെ എഴുന്നള്ളിപ്പിന് അനുമതി തേടുന്നവരും ഉടമകളും ഈ സർക്കുലർ അനുസരിച്ചുള്ള ഭക്ഷണക്രമം ആനയ്ക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. രോഗം വന്നതും എഴുന്നള്ളിപ്പിന് ഒട്ടും സാധിക്കാത്ത വിധത്തിലുള്ളതുമായ ആനകൾക്ക് പോലും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയ സന്ദർഭങ്ങളുണ്ട്. ആനകളെ പരിശോധിക്കുന്ന വെറ്റിനറി ഡോക്ടർക്ക് നിയമത്തിൽ പറയുന്നത് രജിസ്ട്രേഡ് വെറ്റിനറി പ്രാക്ടീഷണർ അല്ലെങ്കിൽ പരിചയസമ്പന്നരായ ആയുർവേദിക് എലിഫന്റ് എക്സ്പെർട്ട് എന്നാണ്. എന്നാൽ ഇനി മുതൽ ആനകളെ പരിശോധിക്കുന്നതും സർട്ടിഫിക്കറ്റ് നൽകുന്നതും സർക്കാർ വെറ്റിനറി ഡോക്ടർ മാത്രമായിരിക്കണം. 2023 നാട്ടാന പരിപാലന നിയമത്തിന്റെ കരടിൽ ഇത് വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ചില ഉത്സവങ്ങളുടെ ഭാഗമായി ആനകളെ കൊണ്ട് തലപൊക്ക മത്സരം, പുഷ്പവൃഷ്ടി, അഭിവാദ്യം ചെയ്യൽ തുടങ്ങിയവ ചെയ്യിക്കുന്നത് നടക്കുന്നുണ്ട്. ആനകളെ പിന്നിലെ 2 കാലിൽ നിർത്തി അഭിവാദ്യം ചെയ്യിക്കുന്ന ചടങ്ങ് തിരുനക്കര പൂരത്തിന് നടന്നതായി അമിക്കസ് ക്യൂറി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ആനകളെ കൊണ്ട് മത്സരത്തിന്റെ ഭാഗമായി അത്തരം കാര്യങ്ങൾ ചെയ്യിക്കുന്നത് 2001 പെർഫോമിംഗ് ആനിമൽ നിയമത്തിന്റെ പരിധിയിൽ വരുമെന്നും കോടതി വ്യക്തമാക്കി. പല ഉത്സവങ്ങളും നടക്കുന്നത് കടുത്ത ചൂടുകാലത്താണ്. ആനകളെ അവയ്ക്ക് മുകളിൽ തണലില്ലാതെ എഴുന്നള്ളിക്കുന്നത് ക്രൂരതയാണ്. ആനകളെ തണലില്ലാത്ത സ്ഥലത്ത് 10 മിനിറ്റിൽ കൂടുതൽ എഴുന്നള്ളിക്കാനോ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിർത്താനോ പാടില്ല. ആനകളെ എഴുന്നള്ളിക്കുമ്പോൾ ആവശ്യത്തിന് തണൽ അവയ്ക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനുള്ള സംവിധാനം സംഘാടകർ ചെയ്തിരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു.